പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പൊസിഷൻ ടൈം ഗ്രാഫായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് അല്ലേ. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ വ്യത്യസ്ത ഗ്രാഫുകൾ നമ്മൾ പരിചയപ്പെട്ടു. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് അല്ലേ. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് നമ്മൾ കണ്ടു. അതെങ്ങനെ ഉണ്ടായിരുന്നത്? എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണല്ലോ. പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇറ്റ് ഈസ് ലൈക്ക് ദീസ്. ഇത് ടൈം, ഇവിടെ പൊസിഷൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് നമുക്ക് കിട്ടി. ദെൻ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ്, അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദെൻ നോക്കൂ, ഇതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടെത്താൻ നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ മതി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. എന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗിവ് യു സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ഗിവ് യു വെലോസിറ്റി. ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ അല്ലേ. യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. നമുക്ക് പോസിറ്റീവ് ആക്സലറേഷൻ ഉണ്ട്, നെഗറ്റീവ് ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ പരാബോളിക് ഗ്രാഫാണ് എന്ന് നമ്മൾ കണ്ടു അല്ലേ. പരാബോള ഇറ്റ്സ് എ പാർട്ട് ഓഫ് പരാബോളിക് ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ യൂണിഫോം വെലോസിറ്റിയാണ്. എന്ന് വെച്ചാൽ ബോഡി ഓരോ ടൈമിലും എല്ലാ ടൈമിലും ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഇവിടെ സെയിം വെലോസിറ്റിയാണ്. കാരണം ഇവിടെ സ്ലോപ്പ് കണ്ടാലും ഇങ്ങനെ സ്ലോപ്പ് കണ്ടാലും അല്ലേ, ഏത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നിങ്ങളോട് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരേ ആൻസർ അവിടെ കിട്ടുക. നേരെ മറിച്ച് നോക്കി, ഇവിടെ ആക്സലറേറ്റഡ് മോഷനാണ്. ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ. ആ വെലോസിറ്റി അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി നമുക്ക് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് യൂണിഫോം വെലോസിറ്റി അല്ല കിട്ടുക. കാരണം യൂണിഫോം വെലോസിറ്റിയിലല്ല, നമുക്ക് ആവറേജ് വെലോസിറ്റിയാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യേണ്ടത്. എങ്ങനെ ആവറേജ് വെലോസിറ്റി ഫൈൻഡ് ചെയ്യുക? ആവറേജ് വെലോസിറ്റി നോക്കി, ഞാനിവിടെ 2 ടൈം ഞാൻ നോട്ട് ചെയ്യാൻ പോവാം. ഉണ്ടോ, 2 ടൈം ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നു. T1 T2 എന്നുള്ള 2 ടൈം നോട്ട് ചെയ്തു. എന്നോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻ ദിസ് ടൈം ഇൻ്റർവെൽ. ഈ ടൈം ഇൻ്റർവെല്ലിലെ ആവറേജ് വെലോസിറ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? അതാണ് നമ്മളിവിടെ നിന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത്, ആ 2 പോയിന്റുകൾ തമ്മിൽ നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു കോഡ് വരയ്ക്കുക. ലൈക്ക് ദിസ്. ഇത് നമ്മൾ എന്താ പറയുക? കോഡ്. ഇതുപോലെ നമ്മളൊരു കോഡ് വരയ്ക്കുക. അങ്ങനെ കോഡ് വരച്ച് കഴിഞ്ഞാൽ ആ കോഡിൻ്റെ സ്ലോപ്പാണ് ഇനി നമ്മൾ കാണേണ്ടത്. ആ കോഡിൻ്റെ സ്ലോപ്പ് കാണാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ കോഡ് വരയ്ക്കുക എന്നുള്ളതാണ്. കോഡ് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആ കോഡിൻ്റെ സ്ലോപ്പ് കാണാം. എങ്ങനെ ഈ കോഡിൻ്റെ സ്ലോപ്പ് കാണാം? കോഡിൻ്റെ സ്ലോപ്പ് നമുക്ക് കാണാവുന്നതാണ്. നോക്കൂ, ഇവിടെ കോഡിനെ പേരിട്ടു ദിസ് ഈസ് AB. അപ്പോൾ ഇതിന് നോക്കൂ, ഇവിടെ ഇങ്ങനെ പാരലായിട്ട് ഇവിടുന്ന് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലൂടെ ഫോം ചെയ്യുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABC എന്നീ അതിന് പേര് കൊടുത്തു. അത് ഇവിടെ തന്നെ ഫുൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതാ നോക്കൂ. ഈ ഫുൾ AB ലെങ്ത്തിന് ഉപയോഗിച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ ചെറിയൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ എടുത്താലും നോ ഇഷ്യൂ, ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നോക്കൂ, ഇവിടെ ഈ കോഡിൻ്റെ കോഡ് AB നമ്മൾ മലയാളത്തിൽ നിങ്ങൾ ഞാണോ എന്താ പഠിച്ചിട്ടുള്ളത്? പഠിച്ചില്ല. അതാണ് ഈ കോഡ് എന്ന് പറഞ്ഞാൽ CHORD. ഈ കോഡിൻ്റെ സ്ലോപ്പ് കാണാം. അതെങ്ങനെ കാണാം? സ്ലോപ്പ് ഓഫ് ദ കോഡ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ കോഡ്. നോക്കൂ, Y ആക്സിസിന് പാരലലായിട്ടുള്ള ഈ പോർഷൻ അതായത് അവിടെ AC ഡിവൈഡഡ് ബൈ X ആക്സിസിന് പാരലൽ BC. ഇനി ഈ AC എന്ന് പറഞ്ഞത് ശരിക്കും ആരാ? AC എന്ന് പറഞ്ഞത് നോക്കൂ, AC എന്ന് പറയുന്നത് ഈ ലെങ്ത് അല്ലേ. ഈ ലെങ്ത്തിൽ ആരാളുള്ളത്? പൊസിഷനാണുള്ളത്. അപ്പോൾ പൊസിഷൻ്റെ ഒരു സെഗ്മെൻ്റാണത്. എന്ന് വെച്ചാൽ അതാരാ? Δx. അതുപോലെ ഇതാരാണ്? ടൈമിൻ്റെ ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ ഇതാരാണ്? Δt. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? Δx ഡിവൈഡഡ് ബൈ Δt എന്ന് വിളിക്കാം. ഈ Δx ബൈ Δt ആണ് ആര്? വെലോസിറ്റി. പക്ഷേ ഇവിടെ നമുക്കത് എന്ത് വെലോസിറ്റിയാണ് കിട്ടുക? കാരണം നമ്മൾ ചെയ്യുന്നത് ആ ഇൻ്റർവെല്ലിലെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കണാണ്. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ നമുക്ക് ഇതെന്താ കിട്ടുന്നത്? ദിസ് ഈസ് നത്തിങ് ബട്ട് ദിസ് ഈസ് ആവറേജ് വെലോസിറ്റി ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ദിസ് ഈസ് ആവറേജ് വെലോസിറ്റി.
മനസ്സിലായോ? അപ്പോൾ ഹൗ വിൽ യു ഫൈൻഡ് ആവറേജ് വെലോസിറ്റി ഫ്രം എച്ച് ടി ഗ്രാഫ് എന്ന് ചോദിച്ചാൽ അത് ചെയ്യേണ്ട വിധമാണ് ഞാൻ കാണിച്ചത്. ഞാനൊന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഏത് കേസിലാണ് നമുക്ക് ആവറേജ് വെലോസിറ്റി കാണേണ്ടതായിട്ട് വരുന്നത്? ഇപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ആവറേജ് വെലോസിറ്റി കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ഇത് ത്രൂ ഔട്ട് ഒരേ വെലോസിറ്റിയിലാണ് പോകുന്നത്. ആവറേജ് നമ്മൾ എപ്പോഴാണ് കാണുക? വ്യത്യസ്തത ഉണ്ടാകുമ്പോഴല്ലേ. ഒരു ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ മാർക്കാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവറേജ് കാണേണ്ടതുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ആവറേജ് എന്താണ്? ആ വാല്യൂ തന്നെയല്ലേ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആവറേജ് കാണേണ്ടതില്ല. ആവറേജ് കാണേണ്ടി വരുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്ത മാർക്കുകൾ വരുന്ന സമയത്താണല്ലോ നമ്മൾ ആവറേജ് കാണാം. ഇതതുപോലെയാണ്. ഇവിടെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ വെലോസിറ്റിയാണ്. അപ്പോൾ അവിടെ ആവറേജ് കാണേണ്ടതായിട്ടില്ല. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ വ്യത്യസ്ത വെലോസിറ്റിയാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ആവറേജ് നമ്മൾ കാണുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ നോക്കി ഈ ഗ്രാഫിൽ നിന്ന് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ത് എന്ന ചോദ്യത്തിനും പ്രസക്തി ഇല്ല. കാരണം എന്താ, സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഒരേ വെലോസിറ്റിയിലാണ് പോകുന്നത്. ഒരേ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാം, ഒരേ ത്രൂ ഔട്ട് ഒരേ വെലോസിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 8ാമത്തെ സെക്കൻഡിൽ എന്താണ് വെലോസിറ്റി എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. 8ലും 9ലും 10ലും ഒക്കെ ഒരേ വെലോസിറ്റിയാണ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും ഒക്കെ എന്താണ്? അത് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമ്മൾ കാണേണ്ടതായിട്ട് വരുന്നത്, അതുപോലെ ആവറേജ് വെലോസിറ്റി കാണേണ്ടതായിട്ട് വരുന്നത് ഏത് സന്ദർഭത്തിൽ മാത്രമാണ്? നോൺ യൂണിഫോം വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് പോകുമ്പോഴാണ്. ഈ നോൺ യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഗ്രാഫോട് വരച്ചത്. ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്കറിയാം. ഇതാരാണ്? ഇത് പരാബോളയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാം. ആവറേജ് വെലോസിറ്റി ഫ്രം എച്ച് ടി ഗ്രാഫ്. അപ്പോൾ കണ്ടോ നിങ്ങൾ, ഇവിടെ എച്ച് ടി ഗ്രാഫിൻ്റെ ഇവിടെ ഇവിടുന്ന് നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവിടെ ഗ്രാഫ്, പരാബോളിക് ഗ്രാഫ് കണ്ടു. അപ്പോൾ അതിൽ എ എന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ എക്കും ബിക്കും ഇടയിൽ എന്ന് വെച്ചാൽ അത് 2 ടൈം ഇൻ്റർവെല്ലാണ്, T1 T2 ടൈം ഇൻ്റർവെൽ. ഈ ഇൻ്റർവെല്ലിൽ ആവറേജ് വെലോസിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ T1 സമയത്തെ പൊസിഷനാണ് ഇതാണ് x1. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് തന്നെ. T2 സമയത്തെ പൊസിഷനാണ് ഇത് h2. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ h2 - x1. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ കിട്ടുക? കോഡ് വരച്ചിട്ടുണ്ട് ഇവിടെ, AB കോഡ്. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, ഈ പോയിന്റ് നമ്മൾ C എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ y ആക്സിസിന് പാരലൽ BC ഡിവൈഡഡ് ബൈ x ആക്സിസിന് പാരലൽ AC. ഓക്കെ, നമ്മൾ ബി സി ആരാണ്? BC ഈസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡെൽറ്റ എക്സ് ആയത്? ദിസ് ഈസ് h2 - x1. മറ്റേതോ T2 - T1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഈക്വൽ എന്താണ്? ആവറേജ് വെലോസിറ്റി. അപ്പോൾ ഹൗ വിൽ യു ഫൈൻഡ് ആവറേജ് വെലോസിറ്റി ഫ്രം എച്ച് ടി ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ കോഡ് ബിറ്റ്വീൻ അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ കോഡ് ഇൻ ദ ഇൻ്റർവെൽ will give average velocity from HT graph. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടാസ്ക് എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇതേ ഗ്രാഫിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ നമുക്ക് ഇവിടെ T1 T2 എന്നുള്ള 2 ടൈം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇൻ്റർവെൽ കിട്ടിയത്. ഇതിലേതെങ്കിലും ഒറ്റ ടൈം തന്നിട്ട് നമ്മളോട് പറയും. ഈ ഒരൊറ്റ ഇൻസ്റ്റൻറ്റിൽ നമ്മളോട് ഈ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ കഴിയില്ല? കോഡ് വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് വരയ്ക്കാൻ കഴിയുന്നത് സത്യത്തിൽ ആരെ വരയ്ക്കാൻ പറ്റും? ഇവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ആളെ പേരാണെന്ത്? ടാൻജൻറ്റ് അല്ലേ? അപ്പോൾ ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ടാൻജൻറ്റ് വരയ്ക്കുക. ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നോക്കാം നമുക്ക്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഫ്രം എച്ച് ടി ഗ്രാഫ്. അപ്പോൾ നമുക്ക് ഇവിടെ ടി എന്നുള്ള ടൈം ഉണ്ടാവും. ആ ടൈമിൽ നോക്കൂ, ആ ടൈമിൽ നമുക്കിവിടെ ടാൻജൻറ്റ് വരച്ചു. ടിയിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ചു. ആൻഡ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്, ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണെന്ത്? ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി V is equal to ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ് അത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. മനസ്സിലായല്ലോ? ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കുക, ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കാണാം.
അപ്പോൾ how will you find instantaneous velocity from xt graph? Slope of the tangent at that instant will give instantaneous velocity. At that instant. മനസ്സിലായല്ലോ? വ്യക്തമല്ലേ? യെസ്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എച്ച് ടി ഗ്രാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ പ്രോബ്ലത്തിലേക്കാണ് കിടക്കേണ്ടത്. യെസ്, നമുക്ക് ഒന്ന് രണ്ട് സിമ്പിൾ പ്രോബ്ലത്തിലേക്ക് പോകാം. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് എന്നൊക്കെ വിളിക്കുന്നത് ആരെ തന്നെയാണ്? എച്ച് ടി ഗ്രാഫിനെ തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എച്ച് ടി ഗ്രാഫ്, അതേപോലെ എസ് ടി ഗ്രാഫ് എന്നൊക്കെ പറയും. അതൊക്കെ ഉദ്ദേശിക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് കാണൽ എവിടുന്നാണ്? പൊസിഷൻ ടൈം ഗ്രാഫ് എന്നാണ്. A displacement graph for two particles A and B are straight lines inclined at an angle 30 degree and 45 degree with the time axis. Okay. What is the ratio of velocities VA is to VB? VA is to VB ൻ്റെ റേഷ്യോ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ്, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെയുള്ള ഗ്രാഫ് നമുക്ക് വരക്കാം. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ്. അപ്പോൾ ടൈം അലോങ് എക്സ് ആക്സിസ്, പൊസിഷൻ അലോങ് വൈ ആക്സിസ്. വളരെ സിമ്പിളായിട്ടുള്ള ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കേണ്ട യാതൊരു ആവശ്യവും യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കില്ല. പക്ഷേ എന്നാലും ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്, ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒന്ന് 30 ഡിഗ്രി ആംഗിൾ വിത്ത് ടൈം ആക്സിസ്, ടൈം കൂടെ താഴെയാണ്. അവ നോക്കുക, ഒരു 30 ഡിഗ്രി ആംഗിളിൽ ഒരു ഗ്രാഫ് കിട്ടി. ഞാൻ ഒന്ന്. രണ്ടാമത്തത് നോക്കൂ, 45 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇവിടെ തന്നെ 45 ഡിഗ്രിയിൽ വരുമ്പോൾ ഏകദേശം അതിൻ്റെ സെൻറ്ററിലൂടെ വരും. ലൈക്ക് ദീസ് 45 ഡിഗ്രി. ഓക്കെ, എന്ന് വെച്ചാൽ ആരാണ് 30 ഡിഗ്രി? എ ആൻഡ് ബി എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞ ആളതാണ് ആദ്യം കേട്ടോ. അപ്പോൾ എ, ദിസ് ഈസ് എ. അപ്പോൾ എൻ്റെ ആംഗിളാണ് ഇത് 30 ഡിഗ്രി. മനസ്സിലായോ? ദെൻ ദിസ് ഈസ് ബി. ബി ആണ് സെക്കൻഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഓർഡറിലാണ്. അപ്പോൾ ദിസ് ഈസ് 45 ഡിഗ്രി. ഇനി യു ആർ സപ്പോസ് ടു ഫൈൻഡ് വി എ ഈസ് ടു വി ബി. നോക്കൂ, ഈ വി എ ഈസ് ടു വി ബി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈസ് ടു വൈ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ബൈ വൈക്കാണ് നമ്മൾ എക്സ് ഈസ് ടു വൈ എന്ന് പറഞ്ഞത്. അപ്പോൾ വി എ ഈസ് ടു വി ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വി എ ഡിവൈഡഡ് ബൈ വി ബി എന്നാണ്. വി എ ബൈ വി ബി. മനസ്സിലായോ? വി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എച്ച് ടി ഗ്രാഫാണ്. എച്ച് ടി ഗ്രാഫ് എന്ന് വെലോസിറ്റി എങ്ങനെ കാണാം? സ്ലോപ്പ്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ടാൻ എ എന്ന് വെച്ചാൽ ടാൻ എൻ്റെ ആംഗിൾ, ടാൻ തീറ്റ എ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ ബി. ഓർമ്മയുണ്ടല്ലോ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന് പകരം ടാൻ തീറ്റ കണ്ടാലും മതി എന്ന് നമ്മൾ സംസാരിച്ചല്ലേ അല്ലേ? ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ടാൻ 45 കണ്ടു കഴിഞ്ഞാൽ നോക്കൂ, വൈ ആക്സിസിന് പാരലായിട്ടുള്ള സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള പോർഷനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടെ ടാൻ 30. അപ്പോൾ നോക്കൂ, ടാൻ 30 ഡിവൈഡഡ് ബൈ ടാൻ 45. മനസ്സിലായോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 30 എത്രയാണ്? 1/√3 ഇൻറ്റു ടാൻ 45 എത്രയാണ്? 1 ആണ്. അപ്പോൾ 1/1 അല്ലേ? അപ്പോൾ ഈക്വൽ ടു നമുക്ക് ആൻസർ എന്താ കിട്ടുക? 1:√3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ ഈ തീറ്റയുടെ സൈനിൻ്റെയും കോസിൻ്റെയും ഒക്കെ വാല്യൂ നിങ്ങൾക്ക് ബൈ ഹാർട്ടായിരിക്കണം. നമ്മുടെ ബേസിക് അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? സൈൻ തീറ്റ 0, 30 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇത് മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂസാണ്. അറിയാത്തവരുണ്ടാവരുത്. മാത്സിൽ നിങ്ങൾ ട്രിഗ്നോമെട്രി സ്റ്റാർട്ട് ചെയ്തോ? എനിക്ക് ധാരണ ഇല്ല. നോക്കൂ, ഇത് ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഇത് പിന്നെ ഹൈസ്കൂളുകാരനോട് പറയേണ്ട കാര്യമാണ്, ഒരു +1 പറയേണ്ടതില്ല. നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി. ഇപ്പോൾ 0, 30, 45, 60, 90 ഇല്ലേ? അപ്പോൾ 1, 1/4, 1/2, 3/4,
മുഴുവൻ, മുക്കാൽ പറഞ്ഞാൽ 3/4 മുഴുവൻ, ഇതിനൊക്കെ റൂട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടും. 0 ഒന്നുമില്ല, കാല്, അര, മുക്കാൽ, മുഴുവൻ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ റൂട്ട് 0 എത്ര? 0. റൂട്ട് 1/4 എത്രയാണ്? 1/2. മനസ്സിലായില്ലേ? മനസ്സിലായോ? അവന് ഞാൻ അതിൻ്റെ വാല്യൂസ് കൃത്യമായിട്ട് തന്നെ അതിൽ എഴുതാൻ പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ദിസ് ഈസ് 0, ഇത് കാലാണ്, കാലിൻ്റെ റൂട്ട് 1/2, ഇവിടെ 1/2ൻ്റെ റൂട്ടാണ്, അപ്പോൾ 1/√2, അരൻ്റെ റൂട്ട്, മുക്കാലിൻ്റെ റൂട്ട് എത്ര വരിക? റൂട്ട് 3/2 അല്ലേ? 1ൻ്റെ റൂട്ട് 1 തന്നെ. ഇത് റിവേഴ്സിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആയത് കിട്ടും, പിന്നെ കോസിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാൽ ഇതാ 1 റൂട്ട് 3/2, ഇത് 1/√2 തന്നെയാണ്. റിവേഴ്സിൽ വരുമ്പോൾ അതേ പൊസിഷനിലാണ് വരുന്നത്, 0. ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടും, ടാൻറ്റും കിട്ടും അല്ലേ? അപ്പോൾ tan 0 നമുക്ക് എന്താ? 0/something നമുക്ക് എന്താ കിട്ടുക? 0. നമുക്ക് ഇവിടെ 1/2 ഡിവൈഡഡ് ബൈ റൂട്ട് 3/2, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/√3, 1/√2/1/√2, അത് 1 ആണ്. സൈൻ ബൈ കോസ് ആണ് ടാൻ. ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ബൈ കോസ്. ദെൻ റൂട്ട് 3/2 ഡിവൈഡ് ബൈ 2, അപ്പോൾ നമുക്ക് റൂട്ട് 3 കിട്ടി. 1/0 നമുക്ക് ഇൻഫിനിറ്റി കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് ധാരണ വേണം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വി ടി ഗ്രാഫ്സ് ഓഫ് 2 ഒബ്ജെക്ട്സ് മേക്ക് ആംഗിൾ 30° and 60° വിത്ത് ടൈം ആക്സിസ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ ആക്സലറേഷൻ. സോറി, അത് വി ടി ഗ്രാഫായിട്ട് ബന്ധപ്പെട്ടാണ്, അത് നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് വി ടി ഗ്രാഫിലേക്ക് നമ്മൾ പോകാനിരിക്കുന്നേ ഉള്ളൂ. ഐ എം സോറി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ പൊസിഷൻ ടൈം ഗ്രാഫ്സ് ഓഫ് 2 children A and B റിട്ടേണിംഗ് ഫ്രം ദർ സ്കൂൾ O, അപ്പോൾ സ്കൂളിൻ്റെ പേരാണ് O, ടു ദെയർ ഹോംസ് P and Q റെസ്പെക്റ്റീവ്ലി ആർ ഷോൺ ബിലോ. ഇവിടെ ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് സ്കൂളാണ്, P Q എന്ന് പറഞ്ഞത് അവരുടെ വീടുകളാണ്. ഇത് A B എന്ന് പറഞ്ഞ 2 സ്റ്റുഡൻസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് ആദ്യം, ഹൂ ലിവ്സ് ക്ലോസർ ടു ദ സ്കൂൾ എന്നാണ്. ആരാണ് സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്നത്? അപ്പോൾ അടുത്ത് എന്നാണ് അല്ലേ? ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത്. അടുത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അത് പൊസിഷനാണോ ടൈമാണോ? അടുത്ത് എന്ന് പറഞ്ഞത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അടുത്ത് എന്നുള്ളത് പൊസിഷനെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ടൈമിനെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത്? അകലം പൊസിഷനല്ലേ? പൊസിഷൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏതാ? പൊസിഷൻ ആക്സിസ് നോക്കുക. അപ്പോൾ പൊസിഷൻ ആക്സിസിൽ ആരെ വീടാണ് അടുത്തുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ പൊസിഷൻ ആക്സിസിൽ നിന്ന് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ആദ്യം ആരെ വീട്ടിലെത്തുന്നത്? പിയിലാണോ ക്യൂലാണോ? ആദ്യം എന്താ? പിയിൽ. പി ആരുടെ വീടാണ്? എയുടെ വീടാണ്. കണ്ടോ? അപ്പോൾ ഹൂ ലീവ്സ് ക്ലോസർ? എ ലീവ്സ് ക്ലോസർ. എങ്ങനെയാണ് ആൻസർ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഹൂ ലീവ്സ് ക്ലോസർ. അപ്പോൾ ക്ലോസർ എന്ന് പറഞ്ഞാൽ പൊസിഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പൊസിഷനിൽ ആദ്യം വരുന്നത് ആരാ നോക്കി. അപ്പോൾ എ ആണ്. പി എന്നുള്ള വീടിൻ്റെ പേരാണ്, എയുടെ വീടാണ്. അപ്പോൾ എ ലീവ്സ് ക്ലോസർ. അടുത്ത നോക്കൂ, ഹൂ സ്റ്റാർട്ട്സ് ഏർലിയർ ഫ്രം സ്കൂൾ എന്നാണ് അടുത്ത ചോദ്യം. ഹൂ സ്റ്റാർട്ട്സ് ഏർലിയർ ഫ്രം സ്കൂൾ. ഏർലിയർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നേരത്തെ ആരാണ് സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്? നേരത്തെ എന്ന് പറഞ്ഞാൽ അത് ടൈമാണോ പൊസിഷനാണോ? ടൈമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ടൈം ആക്സിസിൽ നോക്കുക. ടൈം ആക്സിസിൽ ആദ്യം വരുന്ന ആരാ നോക്കുക. നോക്കൂ, ഇയാൾ ഇവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇയാൾ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആരാ സ്റ്റാർട്ട് ചെയ്തത്? ഒബ്വിയസ്ലി അതും എ തന്നെ. കാരണം ബി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ബി സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ? എ നേരത്തെ ഇറങ്ങി പുറപ്പെട്ടാണ്, പക്ഷേ എ പതുക്കെ അങ്ങനെ പോവുകയാണ്. ബി നോക്കൂ, കുറേ കഴിഞ്ഞിട്ടാണ് ബി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബി സ്റ്റാർട്ടഡ് ഏർലിയർ. ബി സ്റ്റാർട്ടഡ് ഏർലിയർ. സോറി, നോ, എ സ്റ്റാർട്ടഡ് ഏർലിയർ അല്ലേ? അതിലിപ്പോൾ പറഞ്ഞത് എ സ്റ്റാർട്ടഡ് ഏർലിയർ. അടുത്ത നോക്കൂ, ഹൂ വാക്സ് ഫാസ്റ്റർ എന്നാണ് ചോദ്യം. ആരാണ് നല്ല ഫാസ്റ്റായിട്ട് പോയത്? വേഗത ആർക്കാണ് കൂടുതൽ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ വേഗത എന്ന് പറഞ്ഞാൽ എന്താണത്? സ്പീഡാണ് അല്ലേ? വേഗത സ്പീഡാണ്, അല്ലെങ്കിൽ വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി ആർക്കാ കൂടുതൽ എന്നാണ് ചോദ്യം. ഏതാ ഗ്രാഫ്? പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ എന്താണ് വെലോസിറ്റി? സ്ലോപ്പ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ എന്താണ് വെലോസിറ്റി? സ്ലോപ്പ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ നോക്കിയാൽ മതി. ഈ സ്ലോപ്പ് കൂടുതൽ ആർക്കാണ് നോക്കാൻ ഓരോ സമയത്ത് നമ്മൾ സ്ലോപ്പിൻ്റെ കാൽക്കുലേഷന് വേണ്ടി പോകേണ്ടതുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ നോക്കൂ, ഇവിടെ
അപ്പോൾ ഈ പേന ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, ഇതിൻ്റെ സ്ലോപ്പ് ഇപ്പോൾ എത്ര? 0. ഇനിയൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഇതാകാം. ഇപ്പോൾ സ്ലോപ്പ് ഇങ്ങനെ കൂടി കൂടി വരിക കണ്ടോ, സ്ലോപ്പ് കൂടുന്നു. ഇപ്പോൾ സ്ലോപ്പ് ഇങ്ങനെ കൂടി വരിക. ഇത് 0 സ്ലോപ്പ്, സ്ലോപ്പ് ഇങ്ങനെ കൂടി വരുന്നു. പോസിറ്റീവ് സ്ലോപ്പ്, താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ചെരിവ് നോക്കിയാൽ മതി ഇത്തരം കമ്പാരിസൻ്റെ കേസിൽ. ഇവിടെ നോക്കി നിങ്ങൾ എക്കാണോ ബിക്കാണോ നല്ല ചെരിവുള്ളത്, ആർക്കാ? അപ്പോൾ കാണുന്ന മാത്രയിൽ തന്നെ നമുക്കത് മനസ്സിലാവും ആർക്കാണ് ചെരിവ് കൂടുതൽ. ആർക്കാണ്? ബിക്കല്ലേ. ബിക്ക് ചെരിവ് കൂടുതലാണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് എ. Therefore, VB greater than VA. അപ്പോൾ who walks faster? B walks faster. അടുത്ത എ ആൻഡ് ബി റീച്ച് ഹോം അറ്റ് ദ സെയിം ഓർ ഡിഫറെൻറ്റ് ടൈം. ഓക്കെ, നോക്കാം. എ നോക്കൂ, ഇങ്ങനെ വീട്ടിലെത്തി നോക്കൂ. ഇതാ എ വീട്ടിലെത്തിയ ടൈം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. എ നോക്കൂ, ഈ ഒരു ടൈമിലാണ് എ വീട്ടിലെത്തി. ബി നോക്കൂ, ബി വീട്ടിലെത്തി നോക്കുക ഈ ടൈമിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ താഴോട്ട് വരച്ച് അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ ടൈം തന്നെയല്ലേ. അപ്പോൾ സെയിം ടൈമിലാണ് രണ്ടാളും വീട്ടിലെത്തിയിട്ടുള്ളത്. ഈ ഗ്രാഫ് പ്രകാരം സെയിം ആണ്. ഇത് ഒരു ഗ്രാഫ് കുറച്ചും കൂടെ നീളത്തിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരികയാണെങ്കിൽ, അപ്പോൾ ഇതുപോലെ കാണുന്ന എല്ലാ ക്വസ്റ്റ്യനിലും ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അങ്ങനെ എഴുതണം എന്നില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരികയാണെങ്കിൽ അത് സെയിം ടൈമാണ്. അടുത്ത് നോക്കൂ, ഡാഷ്, അത് എ ആവാം ബി ആവാം. ഓവർടേക്സ് ഡാഷ് ഓൺ ദ റോഡ് ഡാഷ് ടൈംസ്. ആര് എത്ര തവണ ഓവർടേക്ക് ചെയ്തു എന്നാണ് ആ ചോദ്യം. ആര് എത്ര തവണ ഓവർടേക്ക് ചെയ്തു. ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന ആൾ ആദ്യം എവിടെ ഇരിക്കണം? ബാക്കിലായിരിക്കണം. ഇവിടെ നോക്കൂ, രണ്ടാളും സ്കൂളിൽ നിന്നാണ് പുറപ്പെട്ടത്. പക്ഷേ ടൈം ആക്സിസ് ഇതാണ്. എ നേരത്തെ പുറപ്പെട്ടാണ്. അപ്പോൾ ഇനീഷ്യലി ആരാണ് മുമ്പിൽ? എ ആണ് മുമ്പിൽ. അപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന ആളാരാ? ബി ആണ്. അപ്പോൾ ബി ആണ് ഓവർടേക്ക് ചെയ്യുന്ന ആൾ. കാരണം എ നേരത്തെ മുമ്പിൽ പോയതാണ്. എന്നിട്ട് ഈ ഒരു പൊസിഷനിലാണ് ഈ ഓവർടേക്കിങ് നടക്കുന്നത്. പൊസിഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവും അത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ്. അപ്പോൾ ഈ ബി ഓവർടേക്സ് ആരെ? എനെ ഓൺ ദ റോഡ്. എത്ര തവണ ഓവർടേക്കിങ് നടന്നിട്ടുള്ളൂ? ഒരിക്കൽ നടന്നിട്ടുള്ളൂ, ഒറ്റ തവണ. ഒന്നിലധികം ഓവർടേക്കിങ് നടന്നിട്ടില്ല, ഒറ്റ തവണയാണ് ഓവർടേക്കിങ് നടന്നിട്ടുള്ളത്. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ എല്ലാ ഭാഗവും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഒരു സെഷനും കൂടെ ഗ്രാഫിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. പഠിച്ച കാര്യത്തിൽ പിന്നെ ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.